ഇതാണ് CSTയുടെ ഓഫീസ് സമുച്ചയം. നമ്മൾ ധാരാവിയൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ പോലും, പക്ഷെ അതിനേക്കാളും എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം, ഈ ഒരു അനുഭവം തന്നെയാണ്. ഇത് ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. മുകളിലേക്ക് കയറി നോക്കട്ടെ. ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ചില മനോഹരമായ നിർമ്മിതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റോപ്പ്. മരങ്ങളൊക്കെ തൊട്ട് തലോടിയാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ വണ്ടി വരുന്നതിനിടയ്ക്ക് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേര്, അത് കൊള്ളാലോ. ഇത് കൊളാബ സ്ലം ഏരിയയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കൗതുകത്തോടുകൂടി നോക്കി അഫ്ഗാൻ ചർച്ചോ, കാരണം അത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാഷ്ട്രമാണ്. കൂടുതലും കാമുകന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് പേരവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു വണ്ടികളുടെ നീണ്ട നേരം നമുക്കവിടെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെയും ഇവിടെ CST റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഇന്നും വരേണ്ടി വന്നു. വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചല്ല, സത്യം പറഞ്ഞാൽ ധാരാവി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കുർള റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടുന്ന് CRPF പോലീസ് പിടിച്ചത്. റെയിൽവേ പോലീസ് പിടിച്ചു. റെയിൽവേ പോലീസ് ഇങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരക്ക് കുറഞ്ഞിട്ട് മേൽപ്പാലത്തെ കയറിയിട്ട് വേണമല്ലോ അടുത്ത പ്ലാറ്റ്ഫോമിലെത്താൻ. അങ്ങനെ മേൽപ്പാലത്തെ കയറാൻ വേണ്ടിയിട്ട് തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് നിന്നത്തേക്കും അവർ വന്ന് പിടിച്ച് ഞങ്ങളോട് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് പെർമിഷൻ ഉണ്ടോ, എന്താണ് അങ്ങനെ പിടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. തുടർന്ന് ഞങ്ങളോട് പറഞ്ഞു പെർമിഷൻ ഇല്ലാതെ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിടിച്ചത് ഡിലീറ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ കളയുന്നത് ശരിയല്ലല്ലോ, നമ്മൾ പിടിച്ച വീഡിയോ ഇടണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഏതായാലും CSTക്ക് വരാമെന്ന് വിചാരിച്ചു. CST വന്നു. ഇവിടെ വന്ന് ഏതായാലും പോലീസുകാരാണെങ്കിലും അവിടുന്ന് പിടിച്ച പോലീസുകാരാണെങ്കിൽ പോലും ഞങ്ങളോട് മര്യാദയ്ക്ക് നല്ല മാന്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നു. ഇവിടെ ചോദിച്ചവരാരും തന്നെ മുഖം കറുപ്പിക്കുകയോ ഉത്തരം പറയാതിരിക്കുകയോ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് വഴിയെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് CST വന്നു. തൃശ്ശൂരുള്ള രാമേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാറുണ്ട്. പുള്ളിക്കാരനെ കണ്ടു. പുള്ളിക്കാരൻ നമുക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നു. വേറൊരു സാറിനെ കാണിച്ചു തന്നു, ഒരു തമിഴ്നാടുകാരനൊരു സാറ്. അപ്പോൾ പുള്ളിക്കാരനും നമ്മളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറി. ഇതാണ് CSTയുടെ ഓഫീസ് സമുച്ചയം. ഛത്രപതി ശിവജി മഹാരാജാസ് ടെർമിനസിൻ്റെ ഓഫീസ് സമുച്ചയം ഇതാണ്. അങ്ങനെ ഇവിടെ വന്നു. 1-2 പേരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ രാമചന്ദ്രൻ സാർ പറയുന്നത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന്. CST റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചും ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഹിസ്റ്ററിയും പിന്നെ അതേപോലെ തന്നെ മുംബൈയിലുള്ള പല ട്രെയിനുകളുടെ പല സമയത്ത് ഹിസ്റ്ററിയൊക്കെ അടങ്ങിയ ഒരു മ്യൂസിയം ഉണ്ടെന്ന്. പൊതുജനങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നമ്മളവിടെ ചെന്നതിന് ശേഷം ആകെ വേറെ ആരെയും കണ്ടിട്ടില്ല, നമ്മൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇവിടെയായിട്ട് ഈ ഭാഗത്തായിട്ടാണ് റെയിൽവേയുടെ മ്യൂസിയം ഉള്ളത്. അങ്ങനെ പഴയ എഞ്ചിൻ്റെ മോഡലുകൾ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, പഴയ കോച്ചിൻ്റെ മോഡലുകൾ, പണ്ട് കാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് അറിഞ്ഞാലും ജനങ്ങൾ വരുന്നില്ല. കാരണം ഇതിനെക്കുറിച്ചൊന്നും ചുമ്മാ അവിടെ വെച്ചിട്ട് ഗവൺമെൻറ് ഏതായാലും അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെക്കില്ലല്ലോ. പക്ഷേ അത് ജനങ്ങളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയല്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെ ഒരു സാറുണ്ട്. ആ പുള്ളിക്കാരനൊക്കെ നമ്മളെയൊക്കെ വളരെ വ്യക്തമായിട്ട് കൃത്യമായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു. നമ്മൾ ധാരാവിയൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചെങ്കിൽ പോലും, പക്ഷെ അതിനേക്കാളും എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം, ഈ ഒരു അനുഭവം തന്നെയാണ്. കാരണം ജനങ്ങളുടെ അടുത്ത് എത്തപ്പെടുന്നില്ല. ഇനി അഥവാ നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. CPRO ഓഫീസ് അന്വേഷിച്ചാണ് വന്നത്. ഇങ്ങനൊരു മ്യൂസിയം ഉള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഏതായാലും CPRO ഓഫീസ് അന്വേഷിച്ചു. ഇവിടെ എത്തി നോക്കുമ്പം അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറഞ്ഞ മ്യൂസിയം ഉള്ളത്. ഏതായാലും വളരെ നല്ല അനുഭവമാണ്. ഇത്ര ഒരു ചരിത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് എനിക്ക് ഒരു പേഴ്സണലായിട്ട് തന്നെ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഈ കെട്ടിടത്തെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ 1854 കാലഘട്ടത്തിൽ ഇവിടെ അതിന് മുമ്പുണ്ടായിരുന്ന റെയിൽവേയെക്കുറിച്ചും ആദ്യമേ റെയിൽവേ ഓടിയതിനെക്കുറിച്ചും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ ഗേറ്റിൽ കൂടെയല്ല പ്രവേശനം. അവിടെ ഉള്ളിലൂടെ വന്ന് അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ സൈഡിൽ കൂടെ കയറി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയായിട്ടൊരു രജിസ്റ്റർ ഉണ്ട്. അതിൽ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ചുമ്മാ ഇടിച്ച് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം സെക്യൂരിറ്റിയുടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. അപ്പോൾ അതൊക്കെ ഒരു മാറ്റർ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളവിടെ അത്രയും നേരം ഏകദേശം 1.25 മണിക്കൂറോളം അവിടെ ഉണ്ടായിട്ട് ഒരാൾ പോലും അതിലൂടെ വന്നിട്ടില്ല. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ മോശമായ ഒരു കാര്യമാണ്. നമുക്കിതൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്.
എന്ത് ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരു തോക്കുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പോലീസുകാരനെ കണ്ടിട്ടുണ്ട് പേടിച്ച് മാറി നടക്കുന്നതും, നിയമം പാലിക്കാൻ വേണ്ടിയിട്ടൊരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ അതിനെതിരെ പോലീസുകാരോ അല്ലെങ്കിൽ അധികാരികളോ കാണാതെ അതിനെതിരെ നിയമത്തിനെതിരെ ചെയ്യുന്നതും ഒക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം നൽകുന്നില്ലെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടിയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ, നമ്മുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് നീങ്ങുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടുത്തെ ബസ് യാത്ര ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതിയാണ്. ഏതായാലും ഇത് ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്. മുകളിലേക്ക് കയറി നോക്കട്ടെ. ഇപ്പം മറൈൻ ഡ്രൈവിലോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും മുകളിലേക്ക് തന്നെയാണല്ലോ കയറുന്നത്. AC ബസ്സാണ്. AC ഡബിൾ ഡെക്കർ ബസ്സാണ്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഏതായാലും സീറ്റ് പിടിച്ചിട്ടുണ്ട്. പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുമോ? കാണാൻ പറ്റിയല്ല. എന്നാലും കുഴപ്പമില്ല, ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാണിക്കാമെന്നാണ് കരുതുന്നത്. ഇവിടുത്തെ ഓരോ കെട്ടിടങ്ങളുടെയും നിർമ്മാണ ഭംഗിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏകദേശം കല്ലുകൊണ്ട് കെട്ടിയ കെട്ടിടം പോലുണ്ട് ഈ കാണുന്നത്. കണ്ടില്ലേ, കല്ലുകൊണ്ട് കെട്ടിയതുപോലെ ഉണ്ടല്ലേ. എന്നാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട്. മനോഹരമായ നിർമ്മിതികൾ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കരുതെന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. നല്ല കട്ട ട്രാഫിക്കാണ് ഇവിടെ കാണുന്നത്. വണ്ടികളിങ്ങനെ റോട്ടിൽ കൂടെ ഒഴുകുകയാണ്. സിറ്റി ഹോട്ടൽ, പ്യൂർ വെജിറ്റേറിയൻ, ശ്രീയോഗ് റെസ്റ്റോറൻറ്റ്. എല്ലാ ദിക്കിലും കാണുന്നത് പോലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഇവിടെയും ഉണ്ടൊരു ഗേറ്റും അതുപോലെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ. ഇതെല്ലാം ഇങ്ങനെ വഴിയുടെ സൈഡിൽ കൂടെ മുളയെല്ലാം കെട്ടി വെച്ചിരിക്കുന്നത് വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഒത്തിരി സ്ഥലങ്ങളിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. മെട്രോ പോലുള്ള കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം അതൊക്കെ. ഈ ഒരു സൈഡ് കെട്ടി തിരിച്ചു വെച്ചിരിക്കുകയാണ്. റോഡിൻ്റെ പകുതിയോളം ഭാഗം കെട്ടി തിരിച്ചു വെച്ചിരിക്കുന്നതും അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്കായിരിക്കാനാണ് ചാൻസ്. ഇവിടെയും ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുന്ന ചില മനോഹരമായ നിർമ്മിതികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. लास्ट स्टॉप किधर है? 100 रुपये, 6 रुपये, 6 रुपये चुट्टा चुट्टा नहीं. लास्ट स्टॉप किधर है? ഇവിടെ ആരുടെയോ പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരുടെയാണെന്ന് അറിയത്തില്ല കേട്ടോ. അതിനടുത്ത് തന്നെ സിഗ്നലുകൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ തിരിയുന്നതുമില്ല.
ബാൽതാക്കരയുടെ ആണോ? ഒരു ക്ലോക്ക് ഒക്കെ ഉള്ള ഒരു ടവറാണിത്. ഇവിടെയും ധാരാളം ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും അതെ, ബസ് കാത്ത് നിൽക്കുന്നവരാണ്. കൃത്യമായ ഒരു ധാരണയൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ ബസ്സിൽ കയറിയത് കേട്ടോ. ഇതെല്ലാം കൊളാബ ഭാഗത്തേക്കാണ് ഈ ബസ് പോകുന്നത്. എന്താ പറയുക, ഇപ്പോൾ ഒരു എസ് ആകൃതിയിലാണ് ഇപ്പോൾ നിലവിൽ ബസ് ഓടിയിരിക്കുന്നത്. മുന്നോട്ട് എന്താവുക എന്തോ. ചർച്ച് ഗേറ്റൊക്കെ കഴിഞ്ഞ് ഇതിനിടയ്ക്ക്. ഞാൻ സത്യമായിട്ടും ഇതേ കയറിയത് കുറേ എന്താണ് പറയുക, വിനോദസഞ്ചാരികൾക്ക് സൈറ്റ് സീയിങ്ങിൻ്റെ ഒരു പർപ്പസോടു കൂടി ഓടിക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, സാധാരണ ജനങ്ങളാണ് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ഏതായാലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാഴ്ചകളാണ്. തിരക്ക് പിടിച്ച ജീവിതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുന്ന ജനങ്ങളും റോഡ് നിറഞ്ഞോടുന്ന വാഹനങ്ങളും അങ്ങനെ എന്താണ് എക്സൈറ്റഡ് ആക്കുന്ന കാഴ്ചകളാണ് നിലവിലുള്ളത്. ഒത്തിരി ബിൽഡിങ്ങുകൾ പുതിയതായിട്ട് പണിയുന്നത് നമുക്ക് കാണാം. ഇത് കണ്ടോ, നീല ഷീറ്റുകളൊക്കെ വിരിച്ചിട്ട് ഒരു കണ്ടില്ല, ഒരു വലിയൊരു ബിൽഡിംഗ് തന്നെയാണ് അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കുട്ടികളൊക്കെ രണ്ട് സൈഡ് നോക്കാതെയാണ് റോഡ് കടന്നു പോകുന്നത്. വണ്ടി ഓടിക്കുന്നവർ വേണം അത് നോക്കാനെന്നാണ് തോന്നുന്നത്. എന്താന്ന് പറയാം, ഇതൊരു കുട്ടി ബസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ആളുകൾ അതിനകത്തുമുണ്ട്. ഗണേശോത്സവത്തോടനുബന്ധിച്ച് എല്ലായിടത്തും തന്നെ പുതിയ ബസ് സ്റ്റോപ്പിലാണെങ്കിൽ പോലും പുതിയ ബോർഡുകളും. അപ്പോൾ ഇതെന്തോ പരസ്യ ബോർഡുകളാണ്. പക്ഷേ ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ഗണപതിയുടെ വിനായക ചതുർത്ഥിയുടെ ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു ബോർഡാണ്. അപ്പം നമുക്ക് കാണാം ധാരാളം പരസ്യങ്ങൾ പതിച്ച്. അപ്പം ഈ സ്പോൺസേഴ്സിൻ്റെ ആയിരിക്കും ഈ ഫോട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് BJPയുടെ എന്തോ ഒരു ഇതൊക്കെ ഉണ്ട്. അതോ കോൺഗ്രസിൻ്റെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇതാ കോൺഗ്രസിൻ്റെ, BJPയുടെ, ഇതാ ഗണപതി തന്നെയുള്ളത്. ഇത്രയും പൊക്കമുള്ള മരങ്ങൾ നമ്മുടെ ഒപ്പം ഇങ്ങനെ ബസ്സിനെ തൊട്ട് തലടി പോകുന്നത് കാണുമ്പോൾ തന്നെ ഒരു രസം. ഇതൊരു നല്ല മനോഹരമായിട്ടാണ് ഇവിടെ എന്തായാലും പാർക്കിംഗ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കുള്ളിൽ കൃത്യമായ രീതിയിൽ തന്നെ പാർക്ക് ചെയ്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം ഇവിടെയൊക്കെ അത്യാവശ്യം റോഡിന് വീതി ഉള്ളതായിട്ട് കാണാം. പിന്നെ സിഗ്നലുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ CSTയുടെ ആ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് ആളുകൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ബസ് വണ്ടികളുടെ മുന്നിൽ. ഒരു നീളമുള്ള വളരെ പൊക്കമേറിയ ഒരു ബിൽഡിംഗ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. വളരെ വീതി കുറഞ്ഞ ഒരു ബിൽഡിംഗ് ആണത്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയ ബിൽഡിംഗ്. അതൊരു ഭംഗിയുള്ള ഡിസൈനുമാണ് കേട്ടോ ഈ ബിൽഡിങ്ങിൻ്റെത്. ആ പൊക്കമുള്ള ബിൽഡിങ്ങിൻ്റെ കാര്യമാണേ. വെള്ള എന്ത് ഭംഗിയുണ്ടെങ്കിലും ഇങ്ങനെ ഫ്ലെക്സുകൾ വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും പോവും. അതേപോലെ തന്നെ വേണ്ടത്ര സുരക്ഷാ കരുതലുകളില്ലാതെ കെട്ടുന്നതാണെങ്കിൽ ഈ വഴി കൂടെ നടന്നു പോകുന്ന ആളുകളുടെ തലയിലടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യും. എന്താ വലിയ അപ്പാർട്ട്മെൻറ്റ് സമുച്ചയമാണ്. മരങ്ങളൊക്കെ തൊട്ട് തലോടിയാണ് പോകുന്നത്. ഈ ഗ്ലാസ് പൊട്ടിയോ? ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയകളാണെന്നാണ് തോന്നുന്നത്. വലിയ ഓഫീസുകളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ്. പാർക്കിംഗ് ഒക്കെ മുകളിലേക്കും താഴേക്കും ഒക്കെ പാർക്കിംഗ് കാണാം നമുക്ക്.
അപ്പം നമ്മൾ അവിടെ ബസ് കാത്തു നിന്നപ്പം വേൾഡ് ട്രേഡ് സെൻറ്ററിനെ കുറിച്ച് ഒരാൾ ചോദിച്ചു, എങ്ങോട്ടാണ് ആ ബസ്സിന് പോയിട്ടുണ്ട്, ഏത് ബസ്സിന് പോയാലാണ് അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റാന്ന്. നമുക്കറിയത്തില്ലായിരുന്നു, നമ്മൾ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതാ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഒരു ഇത് കാണുന്നു, ബോർഡ് കാണുന്നു. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കും വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അതിൻ്റെ ബോർഡുകളൊക്കെ ഉണ്ട്. ആർക്കേഡ് 1, ആർക്കേഡ്. ഇവിടെ ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. ഏതായാലും റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കാണുന്നത്. ധാരാളം അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു ഈ ഭാഗങ്ങളിലൊക്കെ ഒരു ഡിസിപ്ലിൻ നമുക്ക് കാണാം. ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ചുമ്മാ വാരി വലിച്ചിട്ടിട്ട് പോവുമല്ല, ഏകദേശം ഒരു അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഇത് ഗണപതിയുടെ, അയ്യോ ഒരാളിപ്പം ഫോണിൽ നോക്കി ചുമ്മാ വണ്ടിയിലേക്ക് കയറുക. ഇതിലൂടെ നടക്കുന്നവർക്കൊന്നും ഒരു ഇതില്ല കേട്ടോ, ഒരു ലൈസൻസ് ഇല്ല, ചുമ്മാ അങ്ങോട്ട് നടക്കുവാണ്. അങ്ങനെ നടക്കുമ്പം ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാവൂലേ. ലാസ്റ്റ് സ്റ്റോപ്പ് ആകാനായെന്ന് തോന്നുന്നു. ഇവിടങ്ങളിലൊക്കെ ഒരു കോളനി ഏരിയ പോലെയാണ്, ഒരു എന്താണ് സ്ലം ഏരിയ പോലെ തോന്നുന്നു. കണ്ടില്ലേ ബിൽഡിങ്ങുകളൊക്കെ. ഒരു പോഷ് ഏരിയ കഴിഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടം കണ്ടിട്ട്. ഇത് ഏതൊരു സ്ലം ഏരിയയിലാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു തെരുവിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട നീളമേറിയ കെട്ടിടം, വീതി കുറഞ്ഞ നീളമേറിയ കെട്ടിടം. വളരെ ഇടുങ്ങിയ വഴികളാണ് ഇവിടെ. പോരാത്തതിന് വഴികൾക്കൊന്നും മുൻപ് കണ്ട ആ ഒരു ക്വാളിറ്റി ഇവിടെ വരുന്നില്ല. ഇടുങ്ങിയ വഴികൾ, പഴയ വണ്ടികൾ, ഒരു പുറമ്പോക്ക് ഏരിയ പോലെ കണ്ടിട്ട് തോന്നുന്നു. ഒരുവിധപ്പെട്ട എല്ലാ നഗരങ്ങളിലും പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വഴികൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ബസ് സ്റ്റാൻഡിൽ വണ്ടി വരുന്നതിനിടയ്ക്ക് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേര്, അത് കൊള്ളാലോ. അപ്പോൾ ഇവിടെയാണ് വഴി വെച്ച് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുള്ളത്. ഒരു മഞ്ഞ കളറുള്ള ഒരു സംഭവം ഇങ്ങനെ കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. ഇതൊരു ബസ് ഡിപ്പോയാണ് എന്തായാലും. ധാരാളം വണ്ടികൾ, ചെറിയ ചെറിയ വണ്ടികളാണ് കൂടുതലും ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ അത് തന്നെ, ഇവിടെ അത് തന്നെ. പിന്നെ ഒരു ഡബിൾ ഡെക്കർ, ഇപ്പം നമ്മൾ വന്ന ബസ്സാണിത്. അപ്പോൾ കുറച്ചധികം ആളുകൾ ഇവിടെ ബസ് കാത്തോ ഒക്കെയാണ് നിൽക്കുന്നുണ്ട്. ഇത് കൊളാബ സ്ലം ഏരിയയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഈ റോട്ടിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ഒരു ചെരുവും ഒക്കെ റോഡിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്നത് കാണാം. എന്താണാവോ റോഡിലേക്ക് ഇറക്കി ഇങ്ങനെ ചെരുവും വെക്കാനുള്ള വികാരം ഇവിടെ കുറച്ച് പേര് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. കാലിയായിട്ടുള്ള ചെമ്പാണ്, പ്രത്യേകിച്ച് അതിനകത്തൊന്നും ഇല്ല. പിന്നെ നമുക്ക് കാണാം വേസ്റ്റ്, മാലിന്യം വലിച്ചെറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ ഒരു മാലിന്യം ഇടാനുള്ള ഒരു ഡബ്ബയുണ്ട്. പക്ഷേ വളരെയധികം മാലിന്യങ്ങൾ പുറത്ത് പോയിട്ടുണ്ട്. ഒരുപക്ഷെ അത് കാക്ക കൊത്തി താഴെ ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചുമ്മാ ആരെങ്കിലും ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് പോകുന്നതായിരിക്കാം. കണ്ടില്ലേ, അതാ പൂച്ചകൾ തമ്മിലുള്ള ഓട്ട മത്സരം അതിനിടയ്ക്ക്. കുറച്ച് കുട്ടികളൊക്കെ, സ്കൂൾ കുട്ടികളൊക്കെ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ചില സ്ഥലങ്ങളിൽ ക്ലാസ്സുള്ള ലാസ്റ്റത്തെ ദിവസമാണെന്ന് തോന്നിയെന്ന്. ചില സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ നേരത്തെ അടച്ചു. നമ്മൾ കണ്ട നവി മുംബൈ സൈഡിലൊക്കെ, അത് DY പാട്ടീൽ സ്കൂളിൽ പഠിക്കുന്നതാണ്, കുറച്ച് കുട്ടികളെ നമ്മൾ കണ്ട്. അപ്പോൾ അവർക്ക് ലാസ്റ്റത്തെ ദിവസമാണ്, അല്ല സോറി, ഈ ആഴ്ച മൊത്തം ക്ലാസ് ഇല്ല. ഏകദേശം 10 ദിവസം കണ്ട് അവധിയാണ് പോലും. അപ്പോൾ ഇവിടെ എന്താ ഗണപതിയുടെ ഒരു
അപ്പോൾ ഇവിടെ ഗണപതിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് കൗതുകകരമായ രീതിയിൽ ഈശോയുടെ ഒരു കുരിശും യേശുവിൻ്റെ ഇതും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ ഒരു ഭണ്ണാരം ഇവിടെ കാണാം. ഇവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇവിടെ എന്താണ് ഇലക്ഷൻ്റെ ID കാർഡ് പോലത്തെ എന്തൊരു സംഭവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഗണപതിയുടെ ഒരു ഇതൊക്കെ കണ്ടത്. BJPയുടെ എന്തോ ഒരു ഫ്ലക്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. BJPയുടെ ഓഫീസ് പോലുണ്ട്. ഏതായാലും അതിനുള്ളിൽ തന്നെ കുരിശും കാണുന്നുണ്ട്. ഇപ്പോൾ ധാരാളം സ്കൂട്ടറുകൾ, ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു കണ്ടെയ്നർ പോലൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതിന് ജനലൊക്കെ ഉണ്ട്, പക്ഷേ എന്തിനുപയോഗിക്കുന്നതാണെന്നറിയില്ല. ഇതിലൂടെയാണ് കയറുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഈ ഒരു ബിൽഡിങ്. ഇത് ഓട്ടോമാറ്റിക് ഗേറ്റാണിത്. ഇത് ആർമി വെൽഫെയർ സർവീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഒരു ടാറ്റയുടെ ഒരു ലോറി ഉണ്ട് ഇവിടെ. ഇവിടെ ആർമി ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ ഒരു വലിയ പീരങ്കി അല്ല, നമ്മുടെ ടാങ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. കൊള്ളാലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ അങ്ങനെ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലെന്നാണ് കരുതുന്നത്. കാരണം ആർമിയുടെ ഏരിയയ്ക്കാണെങ്കിലേ ഇതൊക്കെ ഏതൊക്കെയോ കുറേ യുദ്ധങ്ങൾക്ക്, ഒരു പക്ഷേ ചരിത്രത്തിൽ എഴുതപ്പെട്ട കാർഗിൽ യുദ്ധം, അതുപോലെ പാകിസ്ഥാനുമായിട്ട് നടന്ന ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയ യുദ്ധം, അങ്ങനെയുള്ള യുദ്ധത്തിലൊക്കെ പങ്കെടുക്കപ്പെട്ട ടാങ്കായിരിക്കാം ഒരു പക്ഷേ. ഇപ്പോൾ നമ്മളുള്ളത് കൊളാബയിലെ ഒരു പള്ളിയുടെ മുന്നിലാണ്. ഈ പള്ളിയാണ് ചർച്ച് ഓഫ് സെൻറ്റ് ജോൺ ഇവാഞ്ചലിസ്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് അഫ്ഗാൻ ചർച്ച് എന്ന് അറിയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ കൗതുകത്തോടു കൂടി നോക്കി അഫ്ഗാൻ ചർച്ചോ, കാരണം അത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു മുസ്ലിം രാഷ്ട്രമാണ്. അതൊരു വേറൊരു രാജ്യമാണ്, ക്രിസ്ത്യാനിയുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു രാജ്യമാണ്. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ അഫ്ഗാൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരും അഫ്ഗാനിസ്ഥാനും തമ്മിൽ 1850കളിലുണ്ടായ യുദ്ധത്തിൻ്റെ മെമ്മോറിയലായിട്ട് നിർമ്മിച്ചതാണ് ഈ പള്ളി എന്ന് ഗൂഗിളിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു മെമ്മോറിയൽ ചർച്ചാണ് അഫ്ഗാൻ ചർച്ച് എന്ന് പറഞ്ഞാൽ. അവിടെയുള്ള യുദ്ധത്തിൻ്റെ ഇതായിട്ട് എന്താണ് മെമ്മോറിയലായിട്ടുള്ളത്. അപ്പോൾ ഈ പള്ളി നിലവിലുള്ളത് മുംബൈ ഡിയോസിൻ്റെ കീഴിലാണ്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെയാണ് ഈ പള്ളിയും ഇവിടുത്തെ ചടങ്ങുകളും എല്ലാം അവരുടെ കീഴിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെ നോക്കി വളരെ വലിയ നീളമേറിയ എന്താ പറയുക, ഒരു 10 നില കെട്ടിടത്തേക്കാൾ ഉയരത്തിലുണ്ടാവും ഇതിൻ്റെ കുരിശൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കണ്ടാലറിയാം, ഒരു വളരെ നല്ല പൊക്കത്തിലാണ്. 10 അല്ലെന്ന് തോന്നുന്നു. എങ്ങനെയാണേലും നല്ല പൊക്കമുണ്ട് ഈ ഒരു കെട്ടിടത്തിന്. അപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും സെൻറ്റ് ജോൺ ദ ഇവാഞ്ചലിസ്റ്റ് ചർച്ച്, CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആണ്. അഫ്ഗാൻ വാർ മെമ്മോറിയൽ ചർച്ച്, ഡിയോസിസ് ഓഫ് ബോംബെ. ബിഷപ്പിൻ്റെ പേരാണ് റിട്ടയേർഡ് റവറൻഡർ പ്രകാശ് D. പട്ടോൾ. അപ്പോൾ എല്ലാ സൺഡേയുമാണ്, എല്ലാ ഞായറാഴ്ചയുമാണ് ഇവിടെ ഹോളി കമ്മ്യൂണിയനും പരിപാടിയുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതേപോലെ അടച്ചിടും. ഇതൊക്കെ ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പോരാത്തതിന് ഇവിടെ നേവൽ ബേസ്, നേവിയുടെ ഓഫീസുകളാണ്. ഈ ഒരു പള്ളിക്ക് ചുറ്റും നേവിയുടെ ഓഫീസുകളൊക്കെയാണ്. ഭയങ്കരമായിട്ട് പ്രൊട്ടക്ഷനും പരിപാടിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇങ്ങനെ കറങ്ങി വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പട്ടാളക്കാർ ഓടി വന്നു ഡിലീറ്റ് ചെയ്യിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, കൊളാബ ഈ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. ജസ്റ്റ് കണ്ടുപോകാമെന്ന് മാത്രം. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിലൂടെ, കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ബൈ. ഡാൻസ് കളിച്ച് കാണിക്കുന്നു, കൊള്ളാം. അപ്പോൾ ഈ പള്ളി പണിതത് 1847 1858 ഇടയിലുള്ള അഫ്ഗാൻ വാറിന് മെമ്മോറിയലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതായാലും ഈ ഒരു മെമ്മോറിയൽ പള്ളിക്ക് തറക്കല്ലിട്ടത് 1847 അതിനുശേഷം 1858 അതിൻ്റെ നിർമ്മാണം തുടങ്ങുകയും 1865 കൂടി അതിൻ്റെ പണി തീരുകയും ചെയ്തു, ഈ ഒരു പള്ളിയുടെ പണി. അപ്പോൾ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കൊളാബയിലെ നേവി നഗറിലാണ്. സൗത്ത് മുംബൈയിലുള്ള കൊളാബയിലെ നേവി നഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ചുമന്ന ചായ പിടിച്ച ആ ഗേറ്റിനപ്പുറത്തേക്കെല്ലാം നേവിയുടെ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിക്കുള്ള വെല്ലുവിളി ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും വീഡിയോ എടുക്കുന്നില്ല. ഏതായാലും ഈ പള്ളിക്ക് നല്ല പുതുമ തോന്നുന്നുണ്ട്. ഒരു പഴയൊരു പള്ളിയാണെന്ന് പറയുന്നില്ലല്ലോ, നല്ല
നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചൊരു പള്ളിയായിട്ട് തോന്നില്ലേ? പക്ഷേ ഇത് 1865 തുറന്ന പള്ളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് ഒരു 2 വർഷം മുമ്പ് ഈ പള്ളി പൂർണ്ണമായിട്ട് അടയ്ക്കുകയും പിന്നീട് ഏകദേശം 14 കോടി രൂപയുടെ റിനോവേഷൻ പരിപാടികൾ ഇതേ നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പള്ളി ഈ ഒരു നിലയിലായത്. ഇങ്ങനെയായി 2024 മാർച്ചിലാണ് ഈ പള്ളി പിന്നീട് തുറന്നത്. ഞായറാഴ്ച ഒരിക്കൽ മാത്രമേ കുർബാനയുള്ളൂ. എങ്ങനെയാണേലും പണ്ടുണ്ടായിരുന്ന അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇത് നിലനിൽക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇതും ഒരു ചരിത്ര സ്മാരകമായിട്ട് തന്നെ കരുതാവുന്നൊരു ഇടം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. CSTയിലേക്കുള്ള യാത്രയിൽ വഴിയുടെ സൈഡിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം കുട്ടികൾ വഴി കാണിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതും ഒക്കെ ആയിട്ട് ഇവിടെ നന്നായിട്ട് അലങ്കരിച്ച ഏതൊരു സ്ഥലമാണിത്. ധാരാളം കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന മേക്കർ ടവേഴ്സ്. കുറച്ച് സ്കൂൾ ബസ്സുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഒരു വലിയ മരമാണിത്. ഇത് കുറേ സ്കൂൾ ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 3, 6, 8, 6, 14, 3, 17, 18. നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്. ഇവിടെ നല്ല ഹരിതാഭയുള്ള ഒരു സ്ഥലമാണിത്. വളരെ മനോഹരമായിട്ട് മരങ്ങളൊക്കെ വെച്ച് വളരെ നല്ലൊരു വനാന്തരീക്ഷമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റേതായ ഒരു തണലും ഒരു തണുപ്പും ഈ ഒരു പ്രദേശങ്ങളിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ചെറിയൊരു പാർക്കാണ്. കുറച്ച് കുട്ടികളൊക്കെ അവിടെ കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്പാത്തുകളിൽ കുറച്ച് പേര് ഇരിക്കുന്നത് കാണാം. ഇവിടെ എന്തോ അന്നദാനം അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നതാണ് ഗണപതിയുടെ മറ്റേ ഉത്സവത്തോടനുബന്ധിച്ച്. അപ്പോൾ ഇവരുടെ ദേശീയ ഉത്സവം പോലെ ഒരു വലിയൊരു ഉത്സവമായിട്ട് തന്നെ കൊണ്ടാടുന്നൊരു വേളയാണ് ഈ ഗണപതി നിമജ്ജനം, വിനായക ചതുർത്ഥി. കണ്ടില്ലേ ഇവിടെയൊക്കെ എന്ത് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. അവരങ്ങോട്ട് ആഘോഷിക്കുകയാണ്. നമ്മുടെയൊക്കെ ഓണം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരിവിടെ കരുതുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കാഴ്ചകളെ മറച്ചിട്ട് ധാരാളം ബോർഡുകളും ഇതേപോലെ ഷീറ്റുകളും ഒക്കെ ഉണ്ട് ഇവിടെ ഈ ഒരു പ്രദേശങ്ങളിൽ. ഉപയോഗശൂന്യമായ കുറേ സ്ഥലങ്ങൾ, കുറേ കെട്ടിടങ്ങൾ ഇവിടങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇതൊക്കെ എന്തിനുണ്ടാക്കി വെച്ചാണെന്ന് അറിയത്തില്ല. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉപയോഗിക്കാത്തതാണെന്നാണ് തോന്നുന്നത്. അല്ല അവിടെ എന്താണോ അതുകൊണ്ടുള്ള ഉപയോഗം ആർക്കറിയാം. ഇവിടെ ഒരു സ്തൂപമൊക്കെ കാണുന്നുണ്ട്. ആരുടെയോ അതിലൊരു ചിത്രം, ഒരു ഫലകത്തിലൊരു ചിത്രവും കൊത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബാൽ താക്കറയുടെ ആണെന്നാണ്. ഒരാൽമരം. ഒരു നഗരത്തിലൊക്കെ ഇങ്ങനെ ഇതേപോലെ പച്ചപ്പുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമേറുന്ന ഒരു കാഴ്ചയാണത്. ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര. ഇന്ത്യൻ ബാങ്കിൻ്റെ ATM ഒക്കെ ഉണ്ട് ഇവിടെ. ഏതായാലും ഒരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ടാഗുകളൊക്കെ വെച്ചിട്ട് കുറേ ആളുകൾ ഇതിൻ്റെ ജീവനക്കാർ തന്നെയാണെന്ന് തോന്നുന്നു നടന്നു പോകുന്നത് നമുക്ക് കാണാം. നമ്മളിവിടെ എല്ലാ ഇടങ്ങളിലും തന്നെ ഛത്രപതി ശിവജിയുടെ ഒരു ഫോട്ടോ കാണാം. ഇവിടുത്തുകാർക്ക് അത്രയ്ക്കധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഛത്രപതി ശിവജി എന്ന് പറഞ്ഞാൽ. കാരണം ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ ആണെങ്കിലും അതേപോലെ തന്നെ മുഗളന്മാരുടെ ധാരാളം ആക്രമണങ്ങളെ നേരിട്ടതാണ്. മറ്റുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ ഈ മഹാരാഷ്ട്ര മറാത്ത ഏരിയ. പക്ഷേ ഇതിനെയെല്ലാം ചെറുത്ത് ഈ ഒരു പ്രദേശം സംരക്ഷിച്ചു പിടിച്ചത് ഈ ശിവജിയുടെ നേതൃത്വത്തിലുള്ള മറാത്ത ഭരണാധികാരികളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർ എയർ ഇന്ത്യയുടെ ഓഫീസാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഓഫീസ് ഇല്ലല്ലോ.
ഞാൻ ഈയിടെ വായിച്ചിരുന്നു എയർ ഇന്ത്യയുടെ ഓഫീസ് ഡൽഹിയിലാണെന്ന്, ഡൽഹിയിൽ. പക്ഷേ ഇവിടെ എയർ ഇന്ത്യയുടെ ഒരുപക്ഷെ മാറിയിട്ട് ഇതിൻ്റെ ഇതൊന്നും പൊളിക്കാത്തതായിരിക്കാം ഒരുപക്ഷെ. ഇതിൽ അതിൻ്റെ സ്റ്റിക്കറുകളോ പരിപാടികളോ എല്ലാം ഉണ്ട്. നമ്മൾ കടലേരിയയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മുസ്ലിം ഭരണാധികാരികളാണെങ്കിലും ബ്രിട്ടീഷ് പോർച്ചുഗീസ് ഭരണാധികാരികളാണെങ്കിലും ഇവിടങ്ങളിൽ മതപരിവർത്തനത്തിന് ധാരാളം ശ്രമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇവിടെ മഹാരാഷ്ട്രയിലെമ്പാടും നൂറുകണക്കിന് കോട്ടകളുണ്ടാക്കി വളരെ വലിയ രീതിയിൽ ചെറുത്ത് നിന്ന് ഇവരുടെയൊക്കെ വീരനായകനായ ആളാണ് ഛത്രപതി ശിവജി എന്ന് പറയുന്ന ഇവരുടെ ഭരണാധികാരി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും ശിവജിയുടെ ഒരു സ്പർശം കാണാൻ വേണ്ടിയിട്ട് കഴിയും. എല്ലാവരും ശിവജിയെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ചില സ്ഥലങ്ങൾ വരെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ഒരു കടൽ കാഴ്ചയാണിത്. അപ്പോൾ കുറച്ചപ്പുറത്ത് ധാരാളം വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കുറച്ച് ശുചീകരണ തൊഴിലാളികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലിൻ്റെ കാറ്റ് കൊണ്ട് കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നേരത്തെ അങ്ങോട്ട് പോയതിനേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ ഇപ്പോൾ ഇരിപ്പുണ്ടെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഏതായാലും ഉള്ളിലേക്ക് പോകാനായി. കൂടുതലും കാമുകന്മാരാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് പേര് അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു വണ്ടികളുടെ നീണ്ട നിര നമുക്കവിടെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. തൊട്ടടുത്ത വീഡിയോയിൽ നമ്മളിനി കാണാൻ പോകുന്നത് മറൈൻ ഡ്രൈവിലെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ.